ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും പോഷകസമ്പന്നമായ ഭക്ഷണപദാർത്ഥം എന്ന പദവി തൽക്കാലത്തേക്കെങ്കിലും കോഴിമുട്ടയ്ക്ക് നഷ്ടമായിരിക്കുകയാണ്. 5.5 രൂപയ്ക്ക് ലഭിച്ചിരുന്ന വെള്ളമുട്ടയുടെ വില ഉയർന്ന് 8 രൂപയ്ക്ക് മുകളിലായി. നാടൻ മുട്ടയ്ക്ക് 10 രൂപ വരെ വില ഉയർന്നു. മുട്ടയുടെ ഡിമാൻഡ് ഉയർന്നു നിൽക്കുമ്പോൾ പ്രധാന ഉൽപ്പാദന കേന്ദ്രമായ തമിഴ്നാട്ടിൽ ഉൽപ്പാദനത്തിലുണ്ടായ ഇടിവാണ് വില വർധനയുടെ പ്രധാന കാരണം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് 5.5 രൂപയ്ക്ക് വരെ കിട്ടിയിരുന്ന കോഴിമുട്ടയ്ക്ക് വില കയറി 10 രൂപ വരെ ആയിട്ടുണ്ട്. വെള്ളമുട്ടയ്ക്ക് 8 രൂപയ്ക്ക് മുകളിലും നാടൻ മുട്ടയ്ക്ക് 10 രൂപയ്ക്ക് അടുത്തുമാണ് വില. വില കുത്തനെ ഉയരാൻ പല കാരണങ്ങളാണുള്ളത്. കേരളത്തിലേക്ക് മുട്ടയെത്തുന്ന തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ വേനൽച്ചൂട് മൂലം ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് സർക്കാർ സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്തിയതോടെ ചെലവും വർദ്ധിച്ചു. പാർശ്വഫലങ്ങളില്ലാത്ത പ്രോട്ടീൻ സമൃദ്ധമായ സമ്പൂർണ്ണ ആഹാരമെന്ന പ്രചാരണ ശക്തമായതോടെ കേരളത്തിൽ മുട്ട ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ. മുട്ടവില ഉയർന്നുയർന്ന് കുടുംബ ബജറ്റിനെ ബാധിച്ചു. ഇതോടൊപ്പം ഹോട്ടലുകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. മുട്ട ഉൽപ്പന്നങ്ങൾക്ക് ഇതുവരെ വില വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും മുട്ടയുടെ വില വർധനയിൽ മാറ്റമില്ലെങ്കിൽ ഈ വഴിക്ക് ചിന്തിക്കേണ്ടി വരുമെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. കേക്ക് പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് മുട്ട അനിവാര്യമായതുമൂലം ബേക്കറികളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. കോഴിത്തീറ്റയുടെ വിലവർധന മൂലം നാട്ടിൻപുറങ്ങളിൽ വീട്ടാവശ്യത്തിന് കോഴി വളർത്തിയിരുന്നത് ഏറെക്കുറെ നിലച്ചിരിക്കുകയാണ്. ഇതും വിലവർധനയ്ക്ക് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കുള്ള കോഴിത്തീറ്റയ്ക്ക് കിലോയ്ക്ക് 50 രൂപ വരെയും മുട്ടക്കോഴികൾക്കുള്ള തീറ്റയ്ക്ക് 40 രൂപ വരെയും അടുത്ത നാളിൽ വില ഉയർന്നിരുന്നു. ഇതോടെ മുട്ട വാങ്ങുന്നതാണ് ലാഭമെന്ന് കണ്ട് കർഷകർ കോഴി വളർത്തൽ ഉപേക്ഷിക്കുകയും ചെയ്തു. മുട്ട വിലവർധനയിലൂടെ മലയാളികളുടെ ഒരു ഇഷ്ടവിഭവം കൂടി ചെലവേറിയതായി ഇങ്ങനെ മാറുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.